പലരും ദൈവത്തിന്റെ മെക്കെട്ട് കയറാറുണ്ട്. ദൈവം എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, ദൈവം എന്റെ മോനോട് ഇങ്ങനെ കാണിച്ചല്ലോ. ദൈവം പറയാണ്, ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. ഗീതയിലെ 5-ാം അധ്യായത്തിൽ ഒരു മഹനീയമായ വാക്കുണ്ട്, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും കർമ്മവും കൊടുത്തിട്ടില്ല, കർത്തവ്യമൊന്നും കൊടുത്തിട്ടില്ല. കർമ്മഫലമായി ഞാൻ ബന്ധിച്ചിട്ടുമില്ല. അതെല്ലാം പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് നടക്കുകയാണ്. ഈ പ്രകൃതിയുടെ, നമ്മൾ ഈ പ്രകൃതി അമ്മ എന്ന് പറയും, ഈ അമ്മയുടെ ചില തീരുമാനങ്ങൾക്കനുസരിച്ച് അതിന്റെ പിറകില് എന്തോ കർമ്മങ്ങളും ഉണ്ട്. അതനുസരിച്ച് കർമ്മഫലമായി ആ സിദ്ധാന്തത്തിലൂടെ അണുവിട തെറ്റാതെ പ്രപഞ്ചചക്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭാവം പറഞ്ഞ ഞാൻ ഇടപെടില്ല അതിൽ. മയാധ്യക്ഷേണ, എന്റെ അധ്യക്ഷതയിലാണ്, ഞാനാണ് ഇതിന്റെ അധികാരി, ഞാനാണ് ഇതിന്റെ അധ്യക്ഷനും അധികാരിയും. പക്ഷേ ഞാൻ ഇതിൽ ഇടപെടില്ല. അതിന്റെ പിന്നിൽ ചില കാരണങ്ങളും കൂടിയുണ്ട്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്ത് നമ്മൾ കാണുന്നു, എന്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു, അതിന്റെ പുറകില് എന്തോ തത്തുല്യമായ ഒരു കർമ്മം ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മളത് അംഗീകരിക്കുക, സ്വീകരിക്കുക. ആ സത്യം നമ്മൾ സ്വീകരിക്കുക. ദേഹത്തെ കണ്ടത് നമ്മുടെ തെറ്റാണ്. ദേഹമല്ല ഒരു വ്യക്തി. നമ്മളൊരു വസ്ത്രം കണ്ടിട്ട് ഈ വസ്ത്രത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ഒരു വാഹനത്തെ നമ്മൾ ശ്രദ്ധിക്കുക, വാഹനത്തിലെ ഡ്രൈവറെ കുറിച്ച് ചിന്തയില്ലെങ്കിലോ, എന്റെ ഭർത്താവ് ഈ വാഹനമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ഇതെല്ലാം നമ്മൾ പറയും ഭ്രാന്താണ്, ബോധക്കേടാന്ന് പറയില്ലേ? ഈ ഭ്രാന്താണ്, ഈ വിവരമില്ലായ്മയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന തിക്തഫലങ്ങൾക്ക് നമ്മൾ ഈശ്വരനെ കുറ്റം പറയുകയും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമുക്ക് എല്ലാ നന്മകളും ചെയ്യുന്ന, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിരിക്കുന്ന ഈശ്വരനെ കുറ്റം പറയുകയും നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് പഴി ഈശ്വരൻ ചോദിക്കണം. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത്? സത്യം മനസ്സിലാക്കി സമാധാനമായി ജീവിക്കാൻ നമ്മൾ പഠിക്കുക. മരണം എന്ന് പറഞ്ഞാൽ ഈ പഴയ ദേഹം മാറ്റി പുതിയ വേഷം ധരിക്കാൻ വേണ്ടി ഈ ആത്മാവ് പോകാണ്. ആ ആത്മാവ് ഒരു കുട്ടിയായിട്ട് ജനിച്ചു, നല്ല ശരീരം, അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, പുതിയ വീട്, പുതിയ നാട്, പുതിയ കർത്തവ്യങ്ങള്, പുതിയ അനുഭവങ്ങള്. ജീവിതമാകുന്ന യാത്രയിലെ നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണം അവസാനമല്ല. മരണം യാത്രയുടെ ഒരു ഘട്ടം കടന്ന്, ഒരു എപ്പിസോഡ് കടന്ന് നമ്മൾ അടുത്തതിലേക്ക് പോകാണ് എന്ന് മനസ്സിലാക്കി ജനനം ആസ്വദിക്കണം, ജീവിതം ആസ്വദിക്കണം, മരണവും ആസ്വദിക്കണം. ഒരു നിമിഷം നമ്മൾ കളയരുത്. അപ്പൊ മരിച്ച പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഭാവം പറഞ്ഞു, ആ ശരീരം നിങ്ങൾ സംസ്കരിക്കുക, ആദരവോടുകൂടി സംസ്കരിച്ചോളൂ. ആത്മാവ് പോയ ശരീരം കത്തിച്ചാലും അതിന് വേദന ഉണ്ടാവില്ല, അതിനെന്ത് ചെയ്താലും അതിന് വേദനയില്ല. ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ആദരവോടുകൂടി സംസ്കരിച്ചോളുക. ഒരു ചൈതന്യം ഇരുന്ന ഒരു ക്ഷേത്രമാണല്ലോ ഇത്. ആത്മാവിന് വേണ്ടിയോ? ആത്മാവിന് വേണ്ടി ഈശ്വരൻ പറയാണ്, നല്ല സങ്കല്പങ്ങൾ കൊടുക്കുക. നമ്മളെല്ലാം ശ്രാദ്ധമൊക്കെ ഇടാറുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്തോളുക. നമ്മളൊരു പുരോഹിതനെ വിളിച്ചിട്ട് ആ ആത്മാവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും ആ ആത്മാവിന് കിട്ടാൻ പോണില്ല. പക്ഷേ നമ്മുടെ ശുദ്ധ സങ്കല്പങ്ങൾ ആ ആത്മാവിന് ബലം നൽകും. ഒരു മരണവീട്ടിൽ അതിന്റെ ബന്ധുമിത്രാദികൾ ഇരുന്ന് കരയുമ്പോൾ നമ്മൾ ആ ആത്മാവിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില പൊടിക്കുഞ്ഞുങ്ങൾ മടിയിലിരുന്ന് കരയും. കാര്യം എന്താണെന്നറിയാമോ? മുജ്ജന്മത്തിലെ ബന്ധുക്കൾ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് ചിരിക്കും. മുജ്ജന്മത്തിലെ സ്മൃതികളാണ്. അതിനകത്തിരിക്കുന്ന ശരീരം ചെറുതാണെങ്കിലും ആത്മാവ് അത് ബോധമുള്ള സാധനമാണ്. അതിന് മുജ്ജന്മത്തിലെ സ്മൃതിക്ക് ആ സമയത്തുണ്ടാവും. അപ്പോൾ ഒരു ആത്മാവ് ദേഹം വിട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയാറില്ലേ, പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ധ്യാനിക്കുകയോ ചെയ്ത് ആ ആത്മാവിന് നല്ലത് വരട്ടെ,
ആ ആത്മാവിന് നല്ലൊരു ജന്മം കിട്ടട്ടെ എന്ന് നമ്മൾ സങ്കല്പങ്ങൾ കൊടുക്കുമ്പോൾ ആ ആത്മാവിന് നമ്മുടെ സങ്കല്പത്തിന്റെ ശക്തി ലഭിക്കും. ആ ആത്മാവിന്റെ ധനം നമ്മുടെ അടുത്ത് കുറച്ചുണ്ടാവുമല്ലോ. നമ്മുടെ അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന്റെ ധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അച്ഛൻ മരിക്കാൻ നോക്കിയിരിക്കുകയാണ്. ആ ധനം നമ്മൾ തെറ്റായ രീതിയിൽ ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, അടുത്ത ജന്മത്തില് ആ ആത്മാവിന് ചില ദോഷങ്ങൾ ഉണ്ടാകും. അപ്പോ ഈ ധനം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. ഇതൊക്കെ നിയമമുണ്ട് ഇതിനെല്ലാം, അല്ലെ? ഞാൻ ആ ധനം, എന്റെ അച്ഛൻ മരിച്ച ആ ധനം ഞാൻ ഈ മദ്യപിക്കുകയും ഈ നാശത്തിന് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്റെ അച്ഛനായിരുന്ന ആത്മാവിന്റെ അടുത്ത ജന്മത്തിലെ അതിന് ചില സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകും. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ധർമ്മമുണ്ടല്ലോ. മക്കളെ വളർത്തേണ്ട പോലെ രീതിയിൽ വളർത്തിയില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ മക്കൾ വേണമെന്നൊക്കെ പറയില്ലേ. ഈ മക്കളുണ്ടായിട്ട് മോക്ഷമല്ല, ചിലപ്പോൾ ദ്രോഹമായിരിക്കും വരുന്നത്. അപ്പൊ മരണത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ മരിച്ചുപോയ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ആത്മാവിൻ്റേത് അതിന് അവകാശപ്പെട്ട ഒരു ധനം കുറച്ച് നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് അടുത്ത ജന്മത്തിലും ആ ആത്മാവിന് കിട്ടിക്കോളും. നമുക്ക് ഒരു ബാങ്കിലിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ആത്മാവ് ശരീരം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്കിലിട്ട് കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് അടുത്ത ജന്മത്തിൽ ചെക്കൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. അതിന് ഓർമ്മയുണ്ടാവില്ല, ഒരു ഗവൺമെന്റും അത് സമ്മതിക്കുകയുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ആ ആത്മാവിന്റെ ധനം ആത്മാവിന് വേണ്ടി നല്ല കാര്യത്തിന് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ വസ്തുക്കളൊക്കെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത്. അത് ആ ആത്മാവിന് കിട്ടിക്കോളും. കരയുകയാണെങ്കിലോ നമുക്ക് നഷ്ടം, ആ ആത്മാവിന് നഷ്ടം. മരണവീട്ടിലെ അന്തരീക്ഷം കണ്ടിട്ടില്ലേ? വളരെ മൂകമായ ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷവും ചീത്തയായി. ഒരു ജ്ഞാനിയുടെ വീട് എങ്ങനെയായിരിക്കണം? നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷം. ഒരു ബ്രഹ്മജ്ഞാനിയൊക്കെ ശരീരം വിട്ടു പോകുമ്പോഴോ അവിടെ വളരെ ശാന്തിയുടെ ഒരു അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് പറയുകയാണ്, മരണത്തെ ഭയപ്പെടല്ല വേണ്ടത്, മരണം ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത്, മരിക്കാൻ പഠിക്കണം. മരണത്തെ അഭിമുഖീകരിക്കാൻ, സമാധാനത്തോടുകൂടി മരണത്തെ അഭിമുഖീകരിക്കാൻ പഠിക്കണം. ഈശ്വരൻ എന്തിനാ വന്നത്? പഠിപ്പിക്കാൻ. എന്ത് പഠിപ്പിക്കാൻ? ജീവിതം മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമായ മരണവും പഠിക്കണം, മരണവും ആസ്വദിക്കണം. അതിനുവേണ്ടിയാണ് മരണത്തിന്റെ ദൈവം മഹാകാലനായ ഭഗവാൻ നമുക്ക് ഗീതാജ്ഞാനം നൽകുന്നത്. മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ? മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ? മഹാദേവൻ മന്മനാഭവമന്ത്രദായകൻ മനോരഞ്ജൻ മഹാദേവൻ മന്മനാഭവമന്ത്രദായകൻ മലരിനെ വിടർത്തും ജ്ഞാനസൂര്യൻ മഹിമയേറും മഹാമനസ്കൻ മലരിനെ വിടർത്തും ജ്ഞാനസൂര്യൻ മഹിമയേറും മഹാമനസ്കൻ മധുര മധുര മുരളീരവം
മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ? മാനസം മയൂരം പോൽ മതിമറന്നാടുന്നു നിത്യം. മാനസം മയൂരം പോൽ മതിമറന്നാടുന്നു നിത്യം. മാനസപതിയൻ ശിവനെ മാസ്മരികം നിൻചരിതം. മാനസപതിയൻ ശിവനെ മാസ്മരികം നിൻചരിതം. മധുര മധുര മുരളീരവം മധുകിനിയും മഹാവാക്യം മതിമറന്നാസ്വദിക്കാൻ മറക്കുമോ സത്യജ്ഞാനികൾ? മധുര മധുര മുരളീരവം മധുകിനിയും